ഭഗവാനേ, അയ്യോ പോലീസ് വരുന്നുണ്ടേ ദൈവമേ. പോലീസിന്റെ കയ്യിൽ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പിളിഞ്ഞ മാംഗോ ജ്യൂസ് എടുക്കും. പാമ്പ്! അയ്യോ, ആരാണ്ടി ഓസ് കൊണ്ടൊന്ന് വഴിയിലിട്ട് ആളെ പഠിപ്പിക്കാൻ പറ്റിയിരിക്കുന്നത്. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ ഗൗരി. ഗൗരി മോളെ, അപ്പനാണ് വാതിൽ തുറക്കുന്നേ, പോലീസ് വരുന്നുണ്ട്. ഇവളെവിടെ പോയി കിടക്കണേ? കാലത്തു തന്നെ അവൾ പതിൽ പൊക്കി നോക്കി സ്നേഹം കൊടുക്കാൻ പോയിരിക്കണം. അയ്യോ, പുറപ്പടി, നമ്മളാണ് അപ്പനാണ്. കല്യാണി, ഇവരൊക്കെ എവിടെ പോയിരിക്കാം. വാതിൽ തുറക്കും. എന്റെ പൊന്ന് സാറേ, നമ്മളെ തലല്ലേ, തലേ സത്ത് പോകും. നമ്മളെ ഒരു കിഡ്നി പോയിരിക്കണം. അതാണ്. അയ്യോ, നമ്മൾ നടന്ന് അയ്യോ, എന്നെ അവിടെ കേട്ടില്ലേ? എനിക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പാടില്ലല്ലോ. എന്നെ പിന്നിൽ കയറ്റിയാൽ മതി. പതുക്കെ വിടണേ, മുറുക്കി പിടിക്കോ. താഴെ വീണാ മത്തങ്ങ വീണാ മതി, തട്ടി പൊട്ടി പോകും. കുഞ്ഞെ, എന്താ കല്യാണമേ? അച്ഛനെ പോലീസ് പിടിച്ചോണ്ട് പോയി. എന്നാ മകളെ, അപ്പോഴേ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. ഞങ്ങളെ രക്ഷിക്കണം. ചേട്ടനെ കണ്ടില്ല. வேன்ல கூட்டி போனாங்களா, நடத்தி கொண்டு போனாங்களா? மாலில் கொண்டு போய். நடத்தி கூட்டி போயிருந்தா நடக்கிறதே வேறையா இருக்கும். அங்கிள் இருக்கும்போது நீ எதுக்கு பயப்படணும்? அங்கிள் എന്താ മോളെ ഗൗരി, എന്തേ? അപ്പായെ പോലീസ് പിടിച്ചു. രാകേഷിനെ അന്വേഷിച്ചപ്പോ എവിടാന്ന് ഒരു വിവരവും ഇല്ല. മോൾക്ക് അറിയാതെ മോൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ, നീ ഇങ്ങനെ കരഞ്ഞാലോ? അതല്ല വല്യമ്മേ, എന്റെ അപ്പ. എല്ലാം ശരിയാവും മോളെ. നിന്റെ അച്ഛന്റെ എല്ലാ വൃത്തികേടുകളും ഞങ്ങൾക്കറിയാം. എന്ന് വിചാരിച്ച് രാകേഷ് തന്നെ ഉപേക്ഷിക്കൊന്നുമില്ല. മോള് ധൈര്യമായിട്ടിരിക്കും. എല്ലാം ദൈവം നിശ്ചയം, അല്ലാതെ എന്ത് പറയാനാ. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാ. നീ ഓടിക്കോ, അയ്യോ അയ്യോ, ഞാൻ പാവാണ്. എന്താ 3 പേര് മാത്രം യൂണിഫോമിൽ വന്നു? നിങ്ങൾ യൂണിഫോം അലക്കാൻ കൊടുത്തിരിക്കുക? മിസ്റ്റർ മാണിക്യം, തന്നെ അലക്കാനാണ് ഞങ്ങൾ വന്നത്. സെർച്ച് ദ ഹൗസ്. യു ആർ അണ്ടർ അറസ്റ്റ്. അറിയും, ഇരിക്കും. സാർ തന്നെ ഇവരുടെ ചീഫ് ഓഫീസർ? അതെ. വീട് വരെ വന്നു. ഒരു ലാർജ് സാപ്പിട്ട് പോയാൽ എനിക്കൊരു സന്തോഷം. പല്ലി പല്ലി പല്ലി. മിസ്റ്റർ മാണിക്യം, താങ്കൾ ഇതിനകത്ത് ഡയമണ്ട്സ് ഒളിച്ചു വെച്ചിട്ടുണ്ടോ? അത് ഗോൾഡ് ഫിഷ് സാർ. അത് ഡയമണ്ട് എല്ലാം സാപ്പിടാது സാർ. ഇതിന്റെ മുകളിൽ സ്വർണ്ണ തകിടങ്ങാനും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇതിന്റെ മുകളിൽ വെറും സിമന്റ് സാർ. എന്നടാ പോലീസുക്ക് പാർട്ടി കൊടുക്കണോ? എന്താ തപ്പാ? കടിക്ക് സാർ.
മിസ്റ്റർ മാണിക്യം, തന്നെ പോലെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. നേരെ കയ്യിലിരിക്കട്ടെ. കൊലപാതകം, മയക്കുമരുന്ന് കച്ചവടം, സ്മഗ്ലിംഗ്, ഇതൊക്കെ ആസൂത്രിതമായി നടത്തുന്നല്ലടാ നീ. ഒന്ന് വിട്ടുപോയി സാർ. റേപ്പ്. നാണം കേട്ടവനെ. ഞാൻ തന്നെ. പക്ഷെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. എഴുതേടാ. ഫയൽസ് എല്ലാം എടുത്തോ. വില വയ്ക്കണം സാർ. സാർ, ആൾക്കാർ കണ്ടാൽ അവമാനം. നമ്മൾ ഫ്രണ്ട്സ് പോലെ പോവാ. എന്തു ബലം! കൈയെടുക്കടാ. കൈ. നിന്റെ ഒരു അപമാനം. എന്റെ പുറാവേ, പൊന്നു മോളെ, നീയെങ്കിലും രക്ഷപ്പെട്ടു. ഈ മാണിക്കത്തെ കാൽസബിൾ കൈ പിടിക്കുവോ? സാർ, നിങ്ങൾ പിടിക്കൂ സാർ. കേരള വണ്ടിയില്ലേ? നിങ്ങൾ എങ്ങനെയാ നടന്നു വരുവോ? ജീപ്പി കേരള. ജീപ്പിന് വന്നാൽ ചീപ്പാ இருக்கும் சார். மெதுவாப்பா, புது பொண்ணு மாதிரி கூட்டிப்போ. மாமனார் வீட்டுக்கு தானே போறான். വേലായുധം തമ്പി. കോഴിശ്ശേരി തറവാട്ടിലെ സ്വത്ത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാരും അത് അനുഭവിക്കാൻ പാടില്ല. ഇവനൊന്നും ചെയ്തു വരുത്. ഇയാൾ ആരാന്ന് നിങ്ങൾക്കറിയില്ല. ഈ മനുഷ്യൻ തളർന്നു കൊടുക്കുമ്പോൾ അനാഥമായ കുടുംബത്തെ രക്ഷിച്ച് ഈ നിലയിലെത്തിച്ച മാന്യ വ്യക്തിയാണ് ഇയാൾ. ചേട്ടാ, ചേട്ടനാണ് യഥാർത്ഥ മനുഷ്യൻ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. ഇതുവരെ ഞാൻ ഈ മഹാഭാവികളുടെ കയ്യിൽ ഒരു കളിപ്പാവയായിരുന്നു. മക്കളെ, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നിങ്ങളുടേതാണ്. ഏതായതാ എന്റെ മക്കളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. നീയാണ് ഇനി ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്.